കേരള രാഷ്ട്രീയത്തിലെ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന കരുത്തരായ നേതാക്കളാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കോൺഗ്രസ് നേതാവും കണ്ണൂരിൽ നിന്നുള്ള പാർലമെന്റ് അംഗവുമായ കെ സുധാകരനും. കണ്ണൂരിന്റെ രാഷ്ട്രീയ മണ്ണിൽ തുടങ്ങി തലസ്ഥാന നഗരി വരെ നീളുന്ന ഇവരുടെ പ്രത്യയശാസ്ത്രപരവും വ്യക്തിപരവുമായ പോരാട്ടങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ ശത്രുതയുടെ പഴയ അധ്യായങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പിണറായി വിജയന്റെ പേര് നേരിട്ട് പരാമർശിക്കാതെ കെ സുധാകരൻ ഒരിക്കൽ കൂടി കടുത്ത ഭാഷയിൽ വിമർശനം ശക്തമാക്കുകയാണ്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് IPS ഓഫീസർ കെ സുരേഷ് കുമാർ രചിച്ച VS-നൊപ്പം എന്റെ ദിനങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട ചടങ്ങിലാണ് സുധാകരൻ ഈ രാഷ്ട്രീയ ഒളിയമ്പുകൾ തൊടുത്തത്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ മടിയില്ലാത്ത സഹിഷ്ണുതയുള്ള കമ്മ്യൂണിസ്റ്റാണ് VS അച്യുതാനന്ദൻ എന്ന് കെ സുധാകരൻ അടിവരയിട്ട് പറയുമ്പോൾ ആ വാക്കുകൾ കൊള്ളുന്നത് പിണറായി വിജയനാണ്. VS രാഷ്ട്രീയ വേർതിരിവ് കാണിക്കാറില്ലെന്നും ഭരണപരമായ കാര്യങ്ങളിലും വ്യക്തിപരമായ ഇടപെടലുകളിലും മറുപക്ഷത്തുള്ളവരെ പോലും കേൾക്കാൻ അദ്ദേഹം തയ്യാറാകാറുണ്ടെന്നും സുധാകരൻ ഓർമ്മിപ്പിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്നതിന് VS-നെ മാതൃകയാക്കുമ്പോൾ പിണറായി വിജയന്റെ ഭരണശൈലി കടുത്ത അസഹിഷ്ണുത നിറഞ്ഞതാണെന്ന പരോക്ഷ വിമർശനമാണ് മുന്നോട്ട് വെക്കുന്നത്. താനും VS അച്യുതാനന്ദനും രാഷ്ട്രീയമായി രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിലയുറപ്പിച്ചവരായിരുന്നുവെന്നും ഒരിക്കലും പരസ്പര പൂരകങ്ങളായിരുന്നില്ലെന്നും കെ സുധാകരൻ ചടങ്ങിൽ തുറന്നു സമ്മതിക്കുന്നുണ്ട്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പഴയ അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് VS-നെ സുധാകരൻ സദസ്സിന് മുന്നിൽ വിവരിച്ചത്. ഒരിക്കൽ ദീർഘദൂര യാത്രയിൽ അച്യുതാനന്ദനൊപ്പം ഒരേ വാഹനത്തിൽ സഞ്ചരിക്കാൻ തനിക്ക് അവിചാരിതമായി അവസരം ലഭിച്ചു. ആ സുദീർഘമായ യാത്രയിലാണ് VS എന്ന മനുഷ്യനെയും അദ്ദേഹത്തിന്റെ ചിന്താഗതികളെയും കൂടുതൽ അടുത്തറിയാൻ സാധിച്ചതെന്ന് സുധാകരൻ വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ശത്രുപക്ഷത്തുള്ളവരോട് പോലും സൗഹൃദത്തോടെ സംസാരിക്കാൻ മടിയില്ലാത്ത VS-ന്റെ ഗുണഗണങ്ങൾ ഓരോന്നായി സുധാകരൻ എണ്ണി പറഞ്ഞു. ഇത് പിണറായിക്കെതിരെയുള്ള കുത്തലാണെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഈ യാത്രാവേളയിലുണ്ടായ സൗഹൃദപരമായ സംഭാഷണങ്ങളും VS-ന്റെ തുറന്ന സമീപനവും അദ്ദേഹത്തോടുള്ള തന്റെ ബഹുമാനം ഇരട്ടിയാക്കിയെന്ന് സുധാകരൻ പറയുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമുക്കറിയാം നമ്മുടെ ഈ ഇന്നത്തെ യോഗത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന്. VS അച്യുതാനന്ദൻ വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്ന് ഞാനും VS അച്യുതാനന്ദനും ഞങ്ങളാണ് ഇതിയുടെ സംസാര വിഷയം. എങ്ങനെ യോജിച്ചു പോകുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ യോജിക്കാത്തവരാണ്. ഞങ്ങൾ ഒരിക്കലും പരസ്പര പൂരകമായി പോയിട്ടില്ല. ഒരു തവണ ഞാനൊരു യാത്ര ചെയ്യുമ്പോൾ, നീണ്ട യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹവും ഞാനും ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ വിശാലമായ മനസ്സ് തൊട്ടറിയാൻ വേണ്ടി സാധിച്ചു. ഞാനും അദ്ദേഹവും വാഹനത്തിലെ ഫ്രണ്ട് സീറ്റിൽ രണ്ട് ഭാഗത്തായിട്ടിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നോടൊപ്പം അടുത്തിരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് അന്ന് പറയുന്നതൊക്കെ അന്ന് പോയില്ലേ, ഇന്ന് നമ്മൾ കാണുമ്പോൾ ഇന്ന് കാണുന്നതല്ലേ നമ്മുടെതെല്ലാം, നമുക്കിപ്പോഴാണ് ഐക്യം. ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ നല്ലവനാണ്, ശുദ്ധനാണ് എന്ന്. പക്ഷെ ഞാൻ ഇന്ന് വരെ നിങ്ങളെ നാവിലോ വാക്കിലോ അല്ലെങ്കിൽ അഭിപ്രായത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തോ അങ്ങനെ ഒരു ഭാവം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ കാണാത്തത് കാണുമ്പോഴാണ് അതിനൊരു ഹരം എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. ഇന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു, എൻ്റെ മനസ്സ് അങ്ങയോട് വളരെ ബഹുമാനവും ആദരവുമുള്ള ഒരാളാണ് ഞാൻ. എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു കരുത്തനായ ചെറുപ്പക്കാരൻ എന്ന നിലക്ക് അങ്ങേക്ക് ജനമനസ്സിൽ സ്ഥാനമുണ്ട് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. സത്യത്തിൽ ഞാൻ അതുവരെ കിട്ടിയ എല്ലാ അഭിനന്ദനങ്ങൾക്കും അപ്പുറത്ത് അത് മുകളിലേക്ക് വെച്ച് കെട്ടാൻ സാധിച്ചു എനിക്ക് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സും അദ്ദേഹത്തിൻ്റെ വലിയ ജീവിതത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ വിശാല ബോധത്തിൻ്റെയും അകത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹത്തെ നോക്കിക്കാണാൻ സാധിക്കുന്ന ഒരു സന്ദർഭമാണ് അദ്ദേഹം എനിക്ക് ഉണ്ടാക്കി തന്നത്. വളരെ നല്ല മനുഷ്യൻ. ഞാനുമായി പിന്നെ ഒരുപാട് നേരം സംസാരിച്ചു. ആ സംസാരത്തിലെല്ലാം വേദനിക്കുന്ന കഥകളും അതുപോലെ തന്നെ സ്നേഹിക്കുന്ന കഥകളും ഒക്കെ അദ്ദേഹം ആമുഖമായി പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ എൻ്റെ ഓർമ്മകൾ തലയിൽ നിന്ന് തിളങ്ങുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ അച്യുതാനന്ദൻ്റെ ഒരു വലിയ മനസ്സ്. അദ്ദേഹം എല്ലാ ആളുകളെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരാളാണ്. CPM-ഓടോ CPI-യോടോ എനിക്കൊരു പ്രത്യേകതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു തവണ ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കങ്ങനെയില്ല. എനിക്ക് ജനത്തോടാണ്, എനിക്ക് ജനസമൂഹത്തോടാണ്, ജനാധിപത്യത്തോടാണ്. എനിക്ക് മറ്റാരോടും പ്രത്യേകമായ താല്പര്യങ്ങളോ കൂട്ടമോ എനിക്കില്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം. ഭയങ്കരമായ വാക്കാണ്, വളരെ ആഴവും പരപ്പുമുള്ള വാക്കാണ്. ആ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥമുണ്ട്.
വ്യത്യസ്തമായ അർത്ഥതലങ്ങളിലാണ് അദ്ദേഹം അത് ഊന്നിയത്. ഞാൻ അന്ന് അദ്ദേഹത്തെ വിലയിരുത്തി. അദ്ദേഹത്തിൻ്റെ മനസ്സ് ശുദ്ധമാണ്, അദ്ദേഹത്തിന് വിശാലമായ കാഴ്ചപ്പാടുണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഞങ്ങളോടൊക്കെ പിന്നീട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനിവിടെ വിസ്തരിക്കുന്നില്ല. ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ്, ഒരു നല്ല രാഷ്ട്രീയക്കാരൻ, ജനങ്ങളോട് വിശ്വാസമുള്ള, ജനങ്ങളെ ആഗ്രഹിക്കുന്ന, ജനങ്ങളെ താല്പര്യപ്പെടുന്ന, ജനങ്ങളെ കാത്തു സൂക്ഷിക്കണമെന്ന് മനസ്സിൻ്റെ അകത്ത് ഉള്ളിലിട്ടമക്കുന്ന ഒരു നേതാവാണ് ശ്രീ വി സച്ചിദാനന്ദൻ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ നമ്രശിരസ്കനാകുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം എൻ്റെ പ്രിയപ്പെട്ട സുരേഷ് കുമാർ രചിച്ച VS-നൊപ്പം എൻ്റെ ദിനങ്ങൾ എന്ന പുസ്തകം, എന്ത് തരത്തിലാണ് അദ്ദേഹം എന്നെ ക്ഷണിച്ചത് എന്ന് എനിക്കറിയില്ല. ഏതായാലും എന്നെ ക്ഷണിച്ചതിന് അദ്ദേഹത്തോട് നന്ദി പറയുന്നു. എല്ലാ തരത്തിലും ഞാനുമായി ഒരു ബന്ധമില്ലാത്ത ഒരു നിലവാരത്തിൽ നിന്ന് എന്നെ എങ്ങനെ ഇദ്ദേഹം കണ്ടെത്തിയെന്ന് എനിക്ക് അത്ഭുതത്തോടെയാണ് ഞാൻ നോക്കി നിൽക്കുന്നത്. എല്ലാ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവരെയും കാണാനും ഈ പുസ്തകം കൈമാറാനും എനിക്ക് അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട സുരേഷ് അല്ലേ ശ്രീകുമാറിന് ഞാൻ നന്ദി പറയുന്നു. എന്നും താങ്കളെക്കുറിച്ചുള്ളൊരു ഓർമ്മ എൻ്റെ മനസ്സിൻ്റെ അകത്ത് സ്ഥായിയായി ഉണ്ടാകുമെന്ന് ഞാൻ അങ്ങയോട് അറിയിക്കുന്നു. അങ്ങയുടെ വിശാലമായ മനസ്സിനെ ഞാൻ നമിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ചടങ്ങ് നിർവഹിച്ചതായി ഞങ്ങളെ അറിയിക്കുന്നു.